हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 24-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗര. മലയാളം: പുരോഹിതന്മാരിൽ മുഖ്യൻ ബൃഹസ്പതിയതാണു ഞാൻ, സേനാനായകരിൽ സ്കന്ദൻ, സരസ്സുകളിൽ സാഗരം. പാർത്ഥ മാം പുരോധസാം മുഖ്യം ബൃഹസ്പതിം വിദ്ധി. ഹേ അർജുന, എന്നെ പുരോധസാം മുഖ്യം, പുരോഹിതന്മാരിൽ ഏറ്റവും മുഖ്യനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടവനായ ബൃഹസ്പതിം വിദ്ധി, ബൃഹസ്പതിയാണെന്നറിയുക. ഞാൻ ബൃഹസ്പതിയാണ്. സേനാനീനാമഹം സ്കന്ദഃ, സേനാനികളിൽ ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സുബ്രഹ്മണ്യനാണ്. സരസാം സാഗരഃ അസ്മി, ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാണ്. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതി. ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുരോഹിതനാണ്. ആ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പുരോഹിതൻ ഞാൻ തന്നെയാണ്. ഇനി സ്കന്ദഃ, സേനാനീനാമഹം സ്കന്ദ, സേനാനായകന്മാരിലെ ശിവപാർവതി അവരുടെ പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യൻ, സ്കന്ദൻ, ഏറ്റവും ശ്രേഷ്ഠൻ അദ്ദേഹമായിരുന്നു. ആ സ്കന്ദനും ഞാൻ തന്നെയാണ്. ദേവന്മാരുടെ സേനാനായകന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠൻ സ്കന്ദനായിരുന്നു. ആ സ്കന്ദനും ഞാൻ തന്നെയാകുന്നു. സരസാം അസ്മി സാഗരഃ, ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാകുന്നു. ധാരാളം ജലാശയങ്ങളുണ്ട് ഭൂമിയിൽ. കരയിലെ കുറേ വസ്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ജലാശയങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിലും ധാരാളം ജലാശയങ്ങളിലുണ്ട്. പക്ഷേ അതിലൊക്കെ നമുക്ക് തോന്നും, ഇവിടെയുള്ള ജലാശയത്തിൽ ഇപ്പോൾ അറേബ്യൻ സീ ആണോ പസഫിക് ഓഷ്യൻ തോന്നും. അങ്ങനെ ഓരോ ഓഷ്യനുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം വെള്ളം വേറെ വേറെയല്ലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു സമുദ്രം അവിടെ ഇല്ലായിരുന്നെങ്കിൽ മറ്റു ജലാശയങ്ങളിലൊന്നും തന്നെ വെള്ളം കാണില്ല. കാരണം ഒരു സ്രോതസ്സിൽ നിന്ന് തന്നെയാണ് പലതിലേക്കും ഒഴുകിയെത്തുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥലത്ത് കിണർ ഒഴിച്ച് ആഴത്തിലെത്തുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കിണറിലെ വെള്ളം കുറയുന്നു, ബോർവെല്ലൊക്കെ അടിക്കുമ്പം അടുത്ത വീട്ടിലെ കിണറിലെ വെള്ളം കുറയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഒരു ഭൂമിയുടെ അടിയിൽ കൂടെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്നുണ്ട്. നമുക്ക് ആദ്യം തോന്നും എല്ലാം വേറെ വേറെയല്ലേ. ഇപ്പോൾ നർമ്മദ, സിന്ധു, കാവേരി, സരസ്വതി നദി, ആമസോൺ, തെംസ്, അങ്ങനെ നൈൽ നദി, അങ്ങനെ പലതരം നദികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം വേറെ വേറെ അല്ലേ എന്ന് തോന്നും. പക്ഷേ ഒരു സമുദ്രം എന്നുള്ള ഒരു ജലാശയം അല്ലെങ്കിൽ ഒരു സമുദ്രം എന്നുള്ള ഒരു ഇതില്ലായിരുന്നെങ്കിൽ മറ്റുള്ളതിലൊന്നും തന്നെ വെള്ളം കാണാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് സാഗരം ഞാനാകുന്നു. അപ്പോൾ വീണ്ടും വിഭൂതികളെക്കുറിച്ച് തുടരുകയായിരുന്നു ഈ ശ്ലോകത്തിൽ. ഇപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇനി 25-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും തുടരുകയാണ്. 25-ാമത്തെ ശ്ലോകം: മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. ശ്ലോകങ്ങൾ വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ വലിയ എക്സ്പ്ലനേഷനൊന്നുമില്ല. ഓരോന്നിലും ഞാൻ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നലത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഏറ്റവും അറിയുന്ന ശ്രേഷ്ഠങ്ങളായിട്ടുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെ പരിചയപ്പെടുത്തിയിട്ട് ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് അർജുന നിൻ്റെ മനസ്സിൽ നീ ഉറപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഞാനാണ്, സർവ്വവ്യാപിയായിട്ടുള്ള പരമാത്മാവ് ഞാനാണ് എന്ന് തത്വം ഉൾക്കൊള്ളാൻ വളരെയധികം പ്രയാസമുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ വിഭൂതികളെപ്പറ്റി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ മഹർഷീണാം ഭൃഗുരഹം ഗിരാം അസ്മേകമക്ഷരം. 25-ാമത്തെ പദ്യത്തിൻ്റെ മലയാളം: ഭൃഗുവാം
ഋഷിവർഗത്തിൽ പ്രണവം വാക്കുകൾ കഹോ ഹിമാലയം സ്ഥാവരത്തിൽ യജ്ഞത്തിൽ ജപയജ്ഞമാം. മഹർഷീണാം ഭൃഗുഹു അഹം, മഹർഷിമാരിൽ ഭൃഗുമഹർഷി ഞാനാകുന്നു. ഗിരാം വാക്കുകളിൽ ഏകം അക്ഷരം അസ്മി, ഏകാക്ഷരം. ഏതാണ് ഏകാക്ഷരം? ഓംകാരമന്ത്രമാണ്, അത് ഞാനാകുന്നു. യജ്ഞാനാം ജപയജ്ഞ, യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ജപയജ്ഞം, അത് ഞാനാകുന്നു. സ്ഥാവരാണാം ഹിമാലയ, സ്ഥാവരങ്ങളിൽ ഹിമാലയവും ഞാനാകുന്നു. മഹർഷീണാം ഭൃഗുരഹം, ഇപ്പം ഭൃഗുമഹർഷി മഹർഷിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. മഹാവിഷ്ണു പോലും ഭൃഗുമഹർഷിയെ അത്രയ്ക്കും ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആദരവ് കാണിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും സത്വഗുണം ആർക്കാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അടുത്ത് ഭൃഗുമഹർഷി ചെല്ലുകയും അതിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് ഭൃഗുമഹർഷി. അപ്പം അച്ഛൻ എന്നുള്ള നിലയ്ക്കാണ് അവിടെ സമീപിച്ചത്. എന്നിട്ടും ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അതേപോലെ തന്നെ ശ്രീ പരമശിവൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ദേഷ്യം കൊണ്ട് അലറി വിളിച്ച് വാളെടുത്ത് കൊല്ലാനാണ് ശ്രമിച്ചത്. പാർവതീദേവി തടുക്കുകയാണ് ചെയ്തത്. പിന്നീട് മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തുന്നു. മഹാവിഷ്ണുവും അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. ഇത്രയും ശ്രേഷ്ഠനായ ഒരു മുനി കടന്നു വന്നപ്പോൾ മഹാവിഷ്ണു ഉറങ്ങായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അത്ര തന്നെ ആദരിച്ചില്ല എന്ന് തോന്നി. ഇപ്പം ഭൃഗുമഹർഷി ചെയ്തത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ നെഞ്ഞത്ത് കാലെടുത്ത് ചവിട്ടുകയാണ് ചെയ്തത്. എന്നെ ബഹുമാനിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പോഴും ഭഗവാൻ എന്താണ് ചെയ്തത്? പെട്ടെന്ന് എഴുന്നേറ്റു. ഉറക്കത്തിലായിരുന്നു, പെട്ടെന്ന് എണീറ്റു. എന്നിട്ട് ദേഷ്യപ്പെടുകയല്ല ചെയ്തേ, മറ്റു രണ്ടുപേർ ചെയ്ത പോലെ. ചോദിച്ചത് അങ്ങയുടെ പാദം വേദനിച്ചോ എന്നാണ് ചോദിച്ചത്. മാത്രമല്ല, അയ്യോ ദയവ് ചെയ്ത് എൻ്റെ തെറ്റ് പൊറുക്കണേ, ഞാൻ അറിഞ്ഞില്ല അങ്ങ് വന്നത്, അതുകൊണ്ടാണ് എണീക്കാഞ്ഞത് എന്ന് പറയുകയാണ് ചെയ്തത്. മാത്രമല്ല, അങ്ങയുടെ കാലടിപ്പാട് എനിക്കിവിടെ ഒരു അലങ്കാരമായിട്ടിരുന്നോട്ടെ. അതാണ് നമ്മൾ കാണുന്ന ശ്രീവത്സം, ഭഗവാന്റെ തിരുമാറിലുള്ള ശ്രീവത്സം എന്ന അടയാളം. ഇത് നമ്മൾ നാരായണീയത്തിൽ പഠിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മുനിയാണ് ഭൃഗുമഹർഷി. അപ്പോൾ അങ്ങനെ ആ മഹർഷികളിലെ ഭൃഗു ഞാനാകുന്നു. ഗിരാം, പ്രണവമന്ത്രം ഒന്ന് തന്നെയുള്ളൂ അല്ലേ, ഓംകാരമന്ത്രം. ഋഷിമാർ പണ്ട് നമ്മൾ സാധാരണ ലോകത്തിൽ ധാരാളം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പം ശ്രേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഈ സാധകന്മാർക്ക് പ്രാർത്ഥിക്കാനും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രം ഉണ്ടാക്കിയതാണ് ഓംകാരമന്ത്രം. പ്രണവമന്ത്രം എന്നാണ് പറയുന്നത്. ഓം എന്നുള്ള അക്ഷരം മാത്രമേ ഉള്ളൂ. ഈ ഓംകാരം ഏകാക്ഷരാണ്, അത് ഭഗവാൻ തന്നെയാണ്. അപ്പം നമ്മൾ ഏത് ഒരു ഭഗവാനെ കുറിച്ചിട്ടുള്ള സത്സംഗങ്ങളും അങ്ങനെ എന്തും നടക്കുമ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഓംകാരമന്ത്രം ധ്യാനത്തിനും എല്ലാം ഉപയോഗിക്കുന്നതാണ് ഓംകാരം. ഓം എന്നുള്ള മന്ത്രം വേദമന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള മന്ത്രം ഇതാണ്. അപ്പോൾ ഒരു യജ്ഞന്, ഒരു സാധകന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നമ്മൾ എന്നും തന്നെ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഈ ഓംകാരമന്ത്രം. അത് ഞാനാകുന്നു. ഇനി യജ്ഞാനാം ജപയജ്ഞോ, ജപം ഒരു സാധകന് ഏറ്റവും വേണ്ട ഒരു ഗുണമാണ് അല്ലേ ജപം. നമ്മൾക്ക് ധാരാളം ഈശ്വരൻ്റെ മൂർത്തി രൂപങ്ങൾ കുറേ ഉണ്ട്, നമുക്ക് ധാരാളം ഉണ്ടെങ്കിലും അതിൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭഗവാൻ ഉണ്ടാവും. അതാര് തന്നെ ആയിക്കോട്ടെ, ആ ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ജപത്തിന് അത്രയ്ക്കധികം മഹത്വമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എപ്പോഴും നമഃശിവായ മനസ്സിൽ ചെല്ലാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എപ്പോഴും നമഃശിവായ ചെല്ലണമെങ്കിൽ ചെല്ലാം. ഇനി ഹരേ രാമ പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെല്ലാം. ഓം നമോ നാരായണായ എന്ന് എപ്പോഴും നമ്മൾ ഉറങ്ങുന്നവരെയും നമുക്ക് എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇതുവരെയും തന്നിട്ടുള്ള ആയുസ്സിന് നന്ദി പറയുക. നമ്മളെ ഇന്നത്തേക്ക് എണീറ്റല്ലോ, രാത്രി കിടന്ന നമ്മൾ രാവിലെ എണീക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമാണ്. അത്രയും എത്തിച്ചു തന്ന ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ദിവസം ആരംഭിക്കുക. അപ്പം മുതൽക്ക് നമ്മൾ രാത്രി
എല്ലാ ജോലികളും കഴിഞ്ഞ് വിശ്രമിക്കുന്നത് വരെ ഉറക്കത്തിലും ചൊല്ലാം. പക്ഷെ നമ്മളറിയില്ല ചൊല്ലുന്നുണ്ടോയെന്ന്. ചൊല്ലുന്നതാണ് നല്ലത്. ചിലപ്പം അത്രയും ഭഗവാനോട് അടുത്ത ആൾക്കാർ ഉറക്കത്തിൽ പോലും ചൊല്ലുന്നുണ്ടാവും. അപ്പോൾ എന്ത് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് തിരക്കുണ്ടെങ്കിലും ധൃതിപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഓരോ സ്ഥലത്തേക്ക് പോകുന്നു, അത് തീർക്കുന്നു, ഇത് തീർക്കുന്നു. മനസ്സിൽ നമുക്ക് നമഃശിവായ ചെല്ലാനോ നാരായണായ നമ ചെല്ലാനോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് നമ്മൾ ഇതിനു മുന്നേയുള്ള അധ്യായങ്ങളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജപയജ്ഞമാണ് ഏറ്റവും നല്ലത്. അത് ഞാനാകുന്നു. ഇനി എന്താണ്? സ്ഥാവരാണാം ഹിമാലയ. സ്ഥാവര വസ്തുക്കളിൽ, അതായത് അചേതനമായിട്ടുള്ള ജഡവസ്തുക്കളിൽ മണ്ണ്, കല്ല്, വൃക്ഷലതാദികൾ അതെല്ലാം ഉണ്ടല്ലോ. അതിൽ ഏറ്റവും ശ്രേഷ്ഠം ഹിമാലയ പർവ്വതമാണ്. ഈ ഹിമാലയ പർവ്വതവും ഞാനാകുന്നു. ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് കരുതുന്നത് ഹിമാലയ പർവ്വതം. അതും ഞാനാകുന്നു. ഇനി 26ാമത്തെ ശ്ലോകം. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. മലയാളം. വൃക്ഷവർഗത്തിൽ അരയാൽ ദേവർഷികളിൽ നാരദൻ, ഗന്ധർവരിൽ ചിത്രരഥൻ, സിദ്ധരിൽ കപിലർഷിയാം. അശ്വത്ഥ സർവവൃക്ഷാണാം. വൃക്ഷങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആയുസ്, വൃക്ഷങ്ങളുടെ രാജാവ് എന്നാണ് അരയാലിനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആയുസ്സും ആൽമരത്തിനാണ്. ബോധിവൃക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എത്രയോ പേർക്ക് ആലിൻ്റെ ഇലയിൽ നിന്ന് ധാരാളം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആലിൻ്റെ ഇല എപ്പോഴും അങ്ങനെ വർഷം കൊണ്ടാലേ അതിൽ നിന്ന് എപ്പോഴും ഓക്സിജൻ ധാരാളമായിട്ട് പുറത്തേക്ക് വിടുന്നുണ്ട് അത്രേ. അതുകൊണ്ടാണ് ആലിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഫ്രഷ്നെസ് തോന്നുന്നത്, ഉണർവ് തോന്നുന്നത് അതിന് കാരണമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള വൃക്ഷങ്ങളുടെ രാജാവായിട്ടുള്ള ആൽമരം ഞാനാകുന്നു. ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിച്ച് നമുക്ക് തണൽ തരുന്നതും ആൽമരം തന്നെയാണ്. അത് ഈ സർവവ്യാപിത്വത്തെയാണ്, ഭഗവാന്റെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന ഒരു തത്വത്തെയും കൂടെയാണ് ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം വ്യക്തമാക്കുന്നത്. മാത്രമല്ല നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അമൃതത്വം, എത്രയോ കാലം ജീവിച്ചിരിക്കുന്നു എന്നതും കൂടെയാണ് സൂചിപ്പിക്കുന്നത്. ആ ആൽമരം ഞാനാകുന്നു. ദേവർഷീണാം ച നാരദ. ദേവന്മാരിലെ ഋഷിതുല്യനായിട്ടുള്ള മുനിയാണ് നാരദമുനി. ഭാഗവതോത്തമൻ എന്നാണ് നാരദനെ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ ഋഷിപുങ്കവൻ അല്ലെങ്കിൽ ആ നാരദ മഹർഷി ഒരു നാരായണ നാരായണ അല്ലേ വീണയും കയ്യിലെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, നമ്മൾ പണ്ടൊക്കെ സാധാരണ മനുഷ്യന്മാർ, വിവരമില്ലാത്ത മനുഷ്യന്മാർ പറയുന്നത് ഏഷണിയാണ് നാരദൻ എന്നാണ്. ഏഷണിയല്ല അവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്. ആരൊക്കെയോ ന്യായമായിട്ടുള്ള മാർഗത്തിലല്ലാതെ അന്യായമായിട്ടുള്ള മാർഗത്തിൽ കൂടെ പോകുമ്പോൾ അവരെ തിരിച്ച് ന്യായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ചെന്ന് അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവാൻ പോലും ചിന്തിക്കുന്നത് ഇത്രയും ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ശ്രദ്ധയാണ് നാരദന് എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. എത്രയോ പേര് നാരദ മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് വളരെ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ പോലും ഇദ്ദേഹത്തിൻ്റെ സാമീപ്യം കൊണ്ട് നല്ല മനുഷ്യന്മാരായിട്ട് മാറിയിട്ടുണ്ട് അത്രേ. നല്ല ഋഷികളായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം കേട്ട് നല്ല നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ദേവർഷീണാം നാരദ, യാതൊരു സംശയവുമില്ല, ഋഷിതുല്യന്മാരായിട്ടുള്ള ദേവന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠൻ നാരദനാണ്. ആ നാരദൻ ഞാൻ തന്നെയാണ്. ഇനി ഗന്ധർവന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗന്ധർവന്മാരിലെ ചിത്രരഥനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. സ്വർഗത്തിലെ കലാകാരന്മാരും ഗായകന്മാരും ഒക്കെ ആണ് ഗന്ധർവന്മാർ. അവരിൽ ഏറ്റവും പ്രധാനിയാണ് അത്രേ ചിത്രരഥൻ. അതും ഞാനാകുന്നു.
സിദ്ധാനാം കപിലോ മുനി. സിദ്ധൻ എന്ന് പറയുമ്പോൾ എന്താണോ സാധിക്കേണ്ടത് അത് നേടിയവൻ എന്നാണ് സിദ്ധൻ. അതായത് പൂർണ്ണത നേടിയവനാണ്. ആ പൂർണ്ണത നേടിയിട്ടുള്ള സിദ്ധന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ കപിലമുനിയാണ്. ആധ്യാത്മികമായിട്ടുള്ള രഹസ്യങ്ങളെക്കുറിച്ച് അഗാധമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ശ്രേഷ്ഠൻ. അത് കപിലമുനിയാണ്. അതുകൊണ്ട് ആ കപിലമുനിയും ഞാൻ തന്നെയാണ്. ഇപ്പോൾ 26 ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലിയത്. വീണ്ടും തുടരുക തന്നെയാണ്. 27ലും ഇത് തന്നെ തുടരുന്നു. അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേതുമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരന്ധിവാദാലയ വാസവിഷ്ണു.